ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നിങ്ങളൊരു സിഗ്മ മെയിലെന്നോ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് അടയാളങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ സൈൻ എന്ന് പറഞ്ഞാൽ സിഗ്മ മെയിൽ എപ്പോഴും ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അവർക്കുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തന്നെ അവർക്ക് തന്നെ ചെയ്യുന്നതിലായിരിക്കും താല്പര്യം. ഇപ്പോൾ ആൽഫ മെയിൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു ലീഡർഷിപ്പ് രീതിയിൽ എല്ലാവരെയും നയിക്കാനും അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരാളായിരിക്കും. പക്ഷേ സിഗ്മ മെയിൽ അങ്ങനെ ബാക്കിയുള്ളവരെ നയിക്കാനും അങ്ങനത്തെ ഒരു താല്പര്യമുള്ളവരായിരിക്കത്തില്ല. അവർക്കുണ്ടെങ്കിൽ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിരിക്കും താല്പര്യം. ബാക്കിയുള്ളവരെ അധികം ഉണ്ടെങ്കിൽ ഇൻവോൾവ് ചെയ്യാതെ അവർ തന്നെ അവരുടെ കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും സിഗ്മ മെയിൽ എന്ന് പറയുന്നവർ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ക്വയറ്റ് കോൺഫിഡൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആയിരിക്കും. ബാക്കിയുള്ളവരെ പോലെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. അവർ ഭയങ്കര ക്വയറ്റ് ആയിരിക്കും. അതോടെ തന്നെ അവർക്ക് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ബാക്കിയുള്ളവർ അവരെ പറ്റി എന്ത് വിചാരിച്ചാലും അതിനെപ്പറ്റി ഒരു കുഴപ്പമില്ല. ഇപ്പോൾ അവർ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഇവരെ പറ്റി ഭയങ്കര കോൺഫിഡൻ്റ് അല്ല അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പോലും ഇവർ അങ്ങനെയൊന്നും അതിനെപ്പറ്റി ഒന്നും വിഷമിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറ് പോലും ഇല്ല. അവർക്കറിയാം അവരെ പറ്റി. അവരുണ്ടെങ്കിൽ അവരുടെ കളർ അതോടെ തന്നെ ബോഡി അതിനെപ്പറ്റിയൊന്നും ഭയങ്കരമായിട്ടൊന്നും ചിന്തിക്കുകയോ അതൊന്നുമില്ല. അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ബാക്കിയുള്ളവർക്ക് ഷോ ഓഫ് അങ്ങനത്തെ ഒന്നും കാണിക്കത്തില്ല. ഭയങ്കര ക്വയറ്റായിട്ട് കാമായിട്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ. പക്ഷേ അവർ എന്ത് ചെയ്താലും അത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ സൈൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സിഗ്മ മെയിൽ തന്നെയാണ്. അടുത്ത സൈൻ എന്ന് പറയുന്നത് ഇവരുണ്ടെങ്കിൽ ആരുമായിട്ട് അധികം ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാനോ നിൽക്കത്തില്ല. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആരുമായിട്ട് സംസാരിക്കാതിരിക്കുമെന്നൊന്നും അല്ല. ഇവരുണ്ടെങ്കിൽ കുറച്ച് ചൂസി ആയിരിക്കും. കുറച്ച് ആൾക്കാരുടെ അടുത്ത് മാത്രമേ അധികമായിട്ട് സംസാരിക്കത്തുള്ളൂ. അവരുണ്ടെങ്കിൽ അത് പിക്ക് ചെയ്യുന്നത് ഭയങ്കര ചൂസി ആയിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് ജീവിതം അവസാനം വരെ കൊണ്ടുപോകുന്നതായിരിക്കും. അല്ലാതെ ചുമ്മാ എല്ലായിടത്തും എക്സ്ട്രോവേർട്ടുകൾ പോലെ എല്ലാവരുടെ അടുത്തും ചെന്ന് സംസാരിക്കുക, എല്ലായിടത്തും അങ്ങനെ പെരുമാറുകയും അങ്ങനെയൊന്നുമില്ല. കുറച്ച് പേരെ മാത്രമേ ഉണ്ടെങ്കിൽ അവർ കണ്ട് സംസാരിക്കുക, അതോടെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയോ ചെയ്യത്തുള്ളൂ. മാക്സിമം സമയം അവരുണ്ടെങ്കിൽ തനിച്ചിരിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ ബാക്കിയാരുമായിട്ട് അങ്ങനെ സോഷ്യലി ഗ്യാദർ ആവുന്ന അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ചെയ്യാനൊന്നും അവർക്ക് ഭയങ്കര താല്പര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ സ്വന്തം കമ്പനി തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ അധികമായിട്ട് തലയിടുകയൊന്നും ചെയ്തില്ല. അവരുടെ കാര്യം മാത്രം നോക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്കൊന്ന് കുറച്ചൊന്നും ഒരു ഫ്രണ്ട് സർക്കിളും കാണും. കൂടിപ്പോയാൽ 1-2 ആയിരിക്കും. പക്ഷേ അതുകൊണ്ടെങ്കിൽ അവരുടെ ലൈഫ് ലോങ് നിൽക്കുന്ന ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിട്ടൊരു ഗ്രൂപ്പായിരിക്കും. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു സിഗ്മ മെയിൽ തന്നെയാണ്. അടുത്തതെന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റിയാണ്. നിങ്ങൾ എവിടെ പോയിരുന്നാലും ശരി, ഏത് സിറ്റുവേഷൻ ആയാലും അതിനെപ്പറ്റിയൊന്നും ഒന്നുമില്ല. നിങ്ങൾ ആ സ്ഥലത്ത് ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ആവുന്നതായിരിക്കും. ഇത് എന്ത് ഭയങ്കരമുള്ള പ്രശ്നമായിരുന്നാലും ശരി, അത് ഓവർകം ചെയ്യാനും നിങ്ങളെ കൊണ്ട് ഭയങ്കരമായിട്ട് കഴിയുന്നതായിരിക്കും. അതോടെ തന്നെ ഇനി എന്തും ചെയ്യുമോ അല്ലെങ്കിൽ ഞാൻ എന്ത് നടക്കാൻ പോകുന്നത് എനിക്കിത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വിചാരിച്ചൊന്നും ഇരിക്കുകയില്ല. നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാൻ ഭയങ്കര തയ്യാറായിരിക്കും. അതോടെ തന്നെ ആ സിറ്റുവേഷൻ എന്തായിരുന്നാലും ശരി, അതിനോട് അഡാപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരാൻ അല്ലെങ്കിൽ ആ സമയത്ത് എന്തോ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആലോചിച്ച് അതിൽ നിന്നൊരു മാർഗ്ഗം കണ്ടുപിടിച്ച് നിങ്ങൾ വെളിയിൽ വരുന്നതായിരിക്കും. അതല്ലാതെ നിങ്ങൾ അതിനെ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. അത് എങ്ങനെ അത് മറികടക്കാമെന്നുള്ള കാര്യമായിരിക്കും നിങ്ങൾ ആദ്യമേ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷൻ വന്നാലും നിങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് വെളിയിൽ വരികയും അതിൽ നിന്ന് വേറെ റൂട്ടിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള റൂട്ടിലേക്ക് പോകുന്നതുമായിരിക്കും. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പ് പറയുന്നത് നിങ്ങളൊരു സിഗ്മ മെയിൽ തന്നെയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഭാവിയിൽ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. അതോടെ തന്നെ ചുമ്മാ നിങ്ങൾ കിടന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങളെ സ്ട്രോങ് സെൻസ് ഓഫ് ഫ്യൂച്ചർ അല്ലെങ്കിൽ പർപ്പസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അറിയുന്നതായിരിക്കും. അതിനുവേണ്ടി ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നതായിരിക്കും. അത് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ശരി, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി, ആരൊക്കെ അതിനെ എതിർത്താലും എന്ത് പറഞ്ഞാലും ശരി, നിങ്ങൾ അതിനെപ്പറ്റി വലിയ കാര്യങ്ങളായിട്ടൊന്നും എടുക്കുകയൊന്നുമില്ല. നിങ്ങൾക്കറിയാവുന്നതായിരിക്കും നിങ്ങളെ കൊണ്ടത് സാധിക്കും. സോ എന്ത് സംഭവിച്ചാലും ശരി, നിങ്ങളെ പർപ്പസിനെ തേടിയായിരിക്കും നിങ്ങൾ പോകുന്നത്. അതിന് ഭയങ്കരമായിട്ട് അത് അച്ചീവ് ചെയ്യണമെന്നൊരു മൈൻഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആര് എന്ത് പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ എത്ര വട്ടം തോറ്റാൽ പോലും, ഒരു 100 അല്ല 1000 വട്ടം തോറ്റാൽ പോലും അതിനെപ്പറ്റി വിഷമിക്കുകയോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുകയൊന്നും ചെയ്തില്ല. നിങ്ങൾ എങ്ങനെ ആയിരുന്നാലും ശരി അത് സാധിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ അത് സാധിച്ചെടുക്കാൻ കഴിവുള്ളവരും ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻറ്റ് നിങ്ങൾ വിട്ടുകൊടുക്കാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സിഗ്മ മെയിൽ തന്നെ ആയിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോൾ നോക്കിയാലും ലവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അലയുന്ന ഒരാളായിരിക്കും. ഇത് നിങ്ങൾ ഒരുപാട് പേരെ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് പേരുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പെണ്ണ് മാത്രം വന്നാൽ മതി, ഞാൻ പിന്നെ വേറെ ഒന്നിനെ പറ്റിയും ആലോചിക്കത്തില്ല, അവളും ഞാനും എൻ്റെ കുടുംബം അങ്ങനെ ഞാൻ ജീവിക്കും, എനിക്ക് വേറെ ഒന്നും വേണ്ട, അവളുടെ കാലിലുണ്ടെങ്കിൽ നായക്കുട്ടിയെ പോലെ കിടക്കും, അത് മാത്രം. പക്ഷേ അങ്ങനെ കിടക്കുന്ന ഒരുപാട് പേരെ പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ സിഗ്മ മെയിൽ എന്ന് പറയുന്നവർ അങ്ങനെയൊന്നുമില്ല. അവർക്ക് കറക്റ്റായിട്ട് വേണ്ട ഒരു പാർട്ട്ണറിനെ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. ആരെ വേണമെങ്കിലും അങ്ങനെ പിറകെ പോകുന്നവർ അല്ലെങ്കിൽ അങ്ങനെ കൊഞ്ചി കിടക്കുന്നവരൊന്നും ആയിരിക്കത്തില്ല. അവർക്ക് ആരെയാണോ
വേണ്ടതെന്ന് അവർ തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും. ഇനിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് റിലേഷനിലുണ്ട്. അങ്ങനെ റിലേഷനിലിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ആ പെണ്ണുണ്ടെങ്കിൽ ഇവരെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇവരെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും വാല്യൂ കൊടുക്കുന്നില്ലെങ്കിൽ ആ റിലേഷനിൽ നിൽക്കാനേ നിൽക്കത്തില്ല. അവർ പോകുന്നോ ഇല്ലയോ എന്നൊന്നും നോക്കത്ത് പോലുമില്ല, അവരെ കളഞ്ഞിട്ട് പോകുന്നതായിരിക്കും. ബാക്കിയുള്ളവരെ പോലെ ഒരു പെണ്ണ് കളഞ്ഞിട്ട് പോയ ഉടനെ തന്നെ അവരുടെ പുറകെ പോയി ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നൊന്നും പറയാൻ നിൽക്കത്തില്ല. അവർക്ക് ആ റിലേഷൻ സെറ്റ് ആയില്ലെങ്കിൽ തന്നെ അത് കളഞ്ഞിട്ട് പോകുന്നതായിരിക്കും. പിന്നെ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും ആലോചിക്കത്തൊന്നുമില്ല. എപ്പോൾ നോക്കിയാലും ഗേൾസിൻ്റെ പുറകെ നടന്ന് സമയം കളയാനോ അങ്ങനെയൊന്നുമില്ല. അവർക്കൊന്നും ഒരു പർപ്പസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവരുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകാനായിരിക്കും നിൽക്കുന്നത്. അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ നിൽക്കത്തുള്ളൂ. ബാക്കിയുള്ളവർ അതിനെപ്പറ്റി എന്ത് വിചാരിച്ചാലും അവരതിനെപ്പറ്റി ഒന്നും വിചാരിക്കാറുമില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രമേ അവർ ജീവിക്കത്തുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു അതിനെപ്പറ്റി ഒന്നും വിചാരിച്ച് സമയം കളയത്തൊന്നുമില്ല അവർ. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സിഗ്മ മെയിലാണ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിലെല്ലാം ഏതെങ്കിലും ഒരു 4-5 ക്യാരക്ടർ അല്ലെങ്കിൽ 3 ക്യാരക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാവുന്നതാണ് നിങ്ങളൊരു സിഗ്മ മെയിൽ തന്നെയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ. താങ്ക് യു.